ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു തത്വമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ പ്രധാനമായിട്ട് എന്ത് മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ ജീവിതത്തിനൊരു ഉയർച്ച ഉണ്ടാവും, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒന്ന് മോചിതരാവാൻ സാധിക്കും എന്നുള്ളതാണ്. എപ്പോഴും നമ്മളുടെ ചിന്തകളിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാറ്റിയെടുക്കണം. നമ്മളുടെ ബിഹേവിയറിൽ, നമ്മളുടെ ക്യാരക്ടറിലൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ അത് മാറ്റാൻ നമ്മളുടെ സൈഡിൽ നിന്നൊരു പ്രയത്നം അത്യാവശ്യമാണ്. ഇതിനെയാണ് നമ്മൾ ഇവോൾവ് ചെയ്യുക എന്ന് പറയുന്നത്, സ്പിരിച്വലി അവെയ്ക്കൻഡ് ആവുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അവെയ്ക്കനിങ് ജേർണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങളുടെ ഉള്ളിൽ നടത്തേണ്ടതായ മാറ്റം, ജീവിതത്തിൽ വരുത്തേണ്ടതായ മാറ്റം എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഇവിടെ 2 കാർഡ്സ് നമ്മൾ വെച്ചിട്ടുണ്ട്. കാർഡ് നമ്പർ 1 പ്രോഗ്രഷൻസ് ആണ്, ആൻഡ് കാർഡ് നമ്പർ 2 ട്രാൻസിറ്റ് ആണ്. ഇതിലേതെങ്കിലും ഒരു കാർഡ് നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതൊരു ജെൻറ്റിൽനെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ ഏത് സമയത്താണ് കാണുന്നത് ആ ഒരു സമയത്തായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് റെസനേറ്റഡ് ആവുന്നത്. ടൈംലെസ് റീഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സെലക്ഷൻസ് നടത്തിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് സെലക്ഷൻ നടത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് കാർഡ് നമ്പർ 1 സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. യെസ്, കാർഡ് നമ്പർ 1 സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ ഒരു സമയം എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത് എന്ന് നമുക്ക് നോക്കാം. Okay. 7 of Swords, Knight of Wands, Queen of Swords. Okay, ആദ്യത്തെ കാർഡ് ഇവിടെ 7 of Swords ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ചീറ്റിംഗ് അനുഭവിക്കുന്നുണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ ഒരു സ്പേസിൽ നിന്നും ഇറങ്ങിപ്പോരുക എന്നുള്ളതാണ്. നിങ്ങളെ തന്നെ അവിടുന്ന് ഡിറ്റാച്ച് ചെയ്യുക. കാരണം ഇത് നിങ്ങളുടെ മനസ്സിന് വലിയൊരു ഭാരം നൽകുന്നുണ്ട്. ഈ ഒരു സമയം നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കിടക്കേണ്ടത് നിങ്ങളുടെ ആത്മാവിൻ്റെ ഒരു അത്യാവശ്യമാണ്. എത്രത്തോളം നിങ്ങൾക്ക് വിലപ്പെട്ടതായിട്ടുള്ളൊരു വസ്തുവാണെങ്കിലും വ്യക്തിയാണെങ്കിലും സാഹചര്യമാണെങ്കിലും നിങ്ങൾക്ക് ഒരു മൂല്യം തരാതെ നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ ഒരു ചീറ്റിംഗ് അനുഭവിക്കുന്ന ഒരു എനർജി ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോരുക എന്നുള്ളതാണ്. ഇത് ചില വ്യക്തികൾക്ക് നിങ്ങൾ തിരിച്ച് വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയെ അറിഞ്ഞോ അറിയാതെയോ ചീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നിർത്തുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ചില വ്യക്തികൾക്കിത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എടുക്കുക. ചില വ്യക്തികൾക്ക് ഇവിടെ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സപ്രസ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു കള്ളത്തരത്തിൽ നിൽക്കേണ്ടതായിട്ടുള്ളൊരു ആവശ്യം. കള്ളത്തരം എന്ന് പറയുമ്പോൾ പലപ്പോഴും എക്സ്പ്രസ് ചെയ്യാതെ വെക്കുന്ന സത്യങ്ങളെ നമുക്ക് കള്ളം എന്ന് തന്നെ പറയാം. ചിലവർ കള്ളം പറയും, അതൊരു ഡയറക്റ്റായിട്ടുള്ള ഒരു കള്ളത്തരം. എന്നാൽ സത്യം മൂടി വെക്കുന്നതും ഒരു തരത്തിൽ കള്ളത്തരം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങളെ മോചിതരാക്കുക. നമ്മളൊരു സോൾ അവേക്കനിങ് ആണ്, ഒരു സോൾ പ്യൂരിഫിക്കേഷനാണ്, സോൾ ലിബറേഷനിലേക്കുള്ള ജേർണിയിലാണ്. അപ്പോൾ നമുക്ക് വേണ്ടാത്ത എനർജികളെ എല്ലാം നമ്മൾ കളയുക എന്നുള്ളതാണ്. അപ്പോൾ എത്രയും പ്യുവർ ആവാൻ പറ്റുന്നു അത്രയും പ്യുവർ ആവുക. അപ്പോൾ അതിന് അൺവാണ്ടഡ് ആയിട്ടുള്ള ഇതുപോലെയുള്ള എനർജികളെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് മാറ്റുക. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് വാൻസിൽ ഇത് നിങ്ങളുടെ പ്രവൃത്തികളെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രവൃത്തികൾക്കൊരു കൺസിസ്റ്റൻസി ഇവിടെ ഇല്ല. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പരാജയങ്ങളും ഉണ്ടാക്കുന്നുണ്ട്, സക്സസ്സിലേക്കുള്ള ദൂരം കൂട്ടുന്നുണ്ട്, ഡിലേ ആക്കുന്നുണ്ട്. അതുകൊണ്ട് ആവേശം എന്ന് പറയുന്ന ഒരു കാര്യം ഒഴിവാക്കാം. ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടത് ആവേശമല്ല, മറിച്ച് കൺസിസ്റ്റൻസിയാണ്, സ്ഥിരതയാണ്. അത് സ്ലോ ആയിട്ട് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അതാണ് മൂല്യമുള്ളത്. അത് മനസ്സിലാക്കുക.
എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ, എടുത്തു ചാടിയുള്ള പ്രവൃത്തികൾ, ഇതൊന്നും ഈ സമയം നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു വ്യക്തിയാണ്, അതായത് നിങ്ങൾ തന്നെ പിടിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല, എടുത്തു ചാടി മറുപടി പറയുക, സ്പീഡിൽ സംസാരിക്കുക, എടുത്തു ചാടി ദേഷ്യം വരിക, അങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പൾസീവ് റിയാക്ഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനൊരു വിരാമമിടേണ്ട സമയം തന്നെയാണ്, അത് മനസ്സിലാക്കുക. ആൻഡ് ലാസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ക്വീൻ ഓഫ് സ്വോർഡ്സ് ആണ്. ജീവിതത്തിനെ കുറച്ചുകൂടെ മെച്യൂറായിട്ട് കാണേണ്ട ഒരു സമയം. ഫോർ എക്സാമ്പിൾ, മറ്റുള്ളവരെക്കുറിച്ച് സംസാരിക്കുന്നത് നിർത്തേണ്ട സമയം. ഗോസിപ്പിംഗ് ചെയ്യുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ എത്രത്തോളം നിങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു അവിടെ നിങ്ങൾക്ക് പുരോഗമനം ഉണ്ടാവും. അതേസമയം നിങ്ങളുടെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ജോലി ചെയ്യാതെ നിർത്തിവെച്ചിട്ട് അല്ലെങ്കിൽ ഫ്രീ ടൈം ഇരിക്കുമ്പോഴും ഒക്കെ ആയിക്കോട്ടെ, നിങ്ങളുടെ ഒരു സുഹൃത്തുമായിട്ടോ അല്ലെങ്കിൽ പരിചയമുള്ള വ്യക്തികളോ ഒക്കെ ആയിട്ട് മറ്റവരുടെ ജീവിതത്തിൽ ഇതാണ് സംഭവിക്കുന്നത്, അവരങ്ങനെ ചെയ്യുന്നുണ്ട്, ഇവരിങ്ങനെ ചെയ്യുന്നുണ്ട്, ഇത് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് പോസിറ്റീവായിട്ട് ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് മറിച്ച് ഇൻസ്പിറേഷൻസ് എടുക്കാം. മറ്റ് വ്യക്തികൾ ഏതെങ്കിലും സക്സസ് നേടിയിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെ ആയിരിക്കാം ആ ഒരു ജേണിയിലേക്ക് നടന്നിട്ടുണ്ടാവുക, അവരുടെ ആക്ഷൻ പ്ലാൻ എന്തായിരിക്കാം, അവരുടെ ദിനചര്യകൾ എന്തൊക്കെയായിരിക്കാം, ഇതൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തുന്നത് നിങ്ങൾക്കൊരു ഗുണമുണ്ടാക്കി തരും. അതേസമയം അവരങ്ങനെ ചെയ്തു, അവർ പുതിയ കാറ് വാങ്ങിച്ചു, അവർ പുതിയ വീട് വെച്ചു, അവരുടെ മക്കളെ ഇങ്ങനെ പഠിപ്പിക്കാൻ വിട്ടു, അല്ലെങ്കിൽ അവർക്ക് പുതിയ റിലേഷൻ ഉണ്ടായി, അവർ ബ്രേക്കപ്പ് ആയി, ഇങ്ങനെയുള്ള അൺവാണ്ടഡ് സംസാരങ്ങൾ അത് വർക്ക് പ്ലേസുകളിൽ സമയം കളയാനായിട്ടാണെങ്കിലും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്താണെങ്കിലും നിങ്ങളൊരു ട്രിപ്പ് പോകുമ്പോൾ ചുമ്മാ സംസാരിക്കുന്നതാണ് ഫാമിലിയായിട്ട് ഫ്രണ്ട്സിനോടെങ്കിലും, ഓരോ സംസാരങ്ങളും എന്തിനു വേണ്ടിയാണത് ചെയ്യുന്നതെന്നൊന്ന് ചിന്തിച്ചിട്ട് സംസാരിക്കുക. ഈ ഒരു കോൺവെർസേഷൻ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം നമുക്കുണ്ടാവുന്നുണ്ടോ? ഇനി ഗുണം എന്ന് പറയുന്നത് പോട്ടെ, നമ്മളെല്ലാ സംസാരവും എന്തെങ്കിലും ഗെയിൻ ചെയ്യാനല്ല, മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങളൊരു വേറൊരു വ്യക്തിയുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇൻസ്പിറേഷന് വേണ്ടിയിട്ടല്ലാതെ അവരെ ഒരു സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന രീതിയിൽ, അതായത് അവരുടെ കാര്യങ്ങളെല്ലാം വിശകലനം ചെയ്ത് അവരെ അങ്ങോട്ട് ജഡ്ജ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നത് ഒരു തരത്തിലും നിങ്ങൾക്ക് ഗുണം ഉണ്ടാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സംസാരങ്ങളിൽ നിന്നൊക്കെ നിങ്ങളെ ഒന്ന് മാറ്റി വയ്ക്കുക. നിങ്ങളുടെ ജീവിതം കൃത്യമായി പ്ലാൻ ചെയ്യേണ്ട ഒരു സമയമാണ്. ആക്ച്വലി നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ എന്ത് അച്ചീവ് ചെയ്യണം, 2 വർഷങ്ങൾക്കുള്ളിൽ എന്ത് അച്ചീവ് ചെയ്യണം, 5 വർഷം 10 വർഷം അങ്ങനെയുള്ള പ്ലാനിങ്സ് നടത്താൻ പറ്റുന്ന സമയമാണ്. അപ്പോൾ നിങ്ങളുടെ തലയിൽ ഉണ്ടാവേണ്ട ചിന്തകൾ നിങ്ങളുടെ ജീവിത യാത്രകളെക്കുറിച്ചായിരിക്കണം. അത് സ്ഥിരമായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള, നിങ്ങളുടെ ജീവിതം പുരോഗമിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. ബുക്സൊക്കെ വായിക്കുന്നത്, ഇതൊക്കെ നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കും. പുസ്തകങ്ങൾ വായിക്കുക എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് നല്ല നല്ല കോൺവെർസേഷൻസ് കേൾക്കാം, പോഡ്കാസ്റ്റുകൾ കേൾക്കാം, അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികളുടെ ഇൻ്റർവ്യൂസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഒരു ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ കോൺവെർസേഷൻസ് കേൾക്കുന്നത് വഴി ആ സക്സസ് മന്ത്ര ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഉള്ളിൽ ഡെവലപ്പായി വരും. അത് നിങ്ങളെ ഇന്നല്ലെങ്കിൽ നാളെ എവിടെയെങ്കിലും നല്ലൊരു സ്ഥാനത്തേക്ക് നയിക്കും. കാരണം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടത് സക്സസ് ആണ് എന്നുള്ളത്. സോ ഇവൻച്വലി യുവർ സോൾ വിൽ അട്രാക്റ്റ് ദാറ്റ്. ഓക്കെ, ആൻഡ് പ്രോഗ്രഷൻസ് ആണ് നിങ്ങളുടെ മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത്. നമ്മളിവിടെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. നിങ്ങൾ ജനിക്കുന്ന സമയത്ത് പ്ലാനറ്റ്സൊക്കെ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ നിൽക്കുന്നത് കൊണ്ട് ആ ഇംപ്രൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ഉടനീളം ഒരു സൈക്കിൾ അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു ലൈഫ് ടൈമിൽ ഇന്ന രീതിയിലുള്ള കാർമിക് ഡെറ്റ്സ് ആണ് ക്ലിയർ ചെയ്യേണ്ടത്. ആ കാർമിക് പാറ്റേൺസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും, അതിനെ നിങ്ങൾക്ക് മാറ്റാനും പറ്റില്ല. പക്ഷേ
ഒരേ പാറ്റേൺ ഒരു തവണ 2 തവണ 3 തവണ വരുന്ന സമയത്ത് എങ്കിലും നിങ്ങൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന രീതി മാറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം സ്റ്റക്കാവും. പക്ഷെ ആ രീതി നിങ്ങളൊന്ന് മാറ്റി നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിന് ചേഞ്ച് ഉണ്ടാവും. സോ ഇവിടെ പ്രോഗ്രഷൻസിലേക്ക് നിങ്ങൾ നയിക്കുന്ന സമയത്ത് ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ ഇപ്പം നിങ്ങൾക്കൊരു സെൻസ് തോന്നുന്നുണ്ടാവില്ല, ഒരു അർത്ഥം തോന്നുന്നുണ്ടാവില്ല. ഇന്നത്തെ ഒരു ദിവസമോ അല്ലെങ്കിൽ ഈ ഒരു ആഴ്ചയിലോ ഒന്നും നിങ്ങൾക്ക് ഇതിനകത്ത് വലിയ അർത്ഥം തോന്നുന്നുണ്ടാവില്ല. പക്ഷേ ഒരു ബിഗർ പിക്ചർ എടുക്കുമ്പോൾ ഒരു വലിയൊരു കാർമിക് പാറ്റേണിൽ നിന്ന് താഴേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾ എടുത്തിട്ടുള്ള ഓരോ ചുവടുകളും ഈ കാർമിക് പാറ്റേൺ റിലീസ് ചെയ്യാനുള്ള, അതിൽ നിന്ന് നിങ്ങളെ തന്നെ മോചിപ്പിക്കാനുള്ള സ്റ്റെപ്പുകളാണ്. അപ്പോൾ ഒന്നും വെറുതെ അല്ല, ഒന്നും വേസ്റ്റ് അല്ല. നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് 1, 2, 3 ഒക്കെ ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടാവുന്നു, ഒരുപാട് ഇഷ്യൂസ് ഫ്രണ്ട്ഷിപ്പുകളിൽ ഉണ്ടാവുന്നു, അതുപോലെ ഫിനാൻസ് നിങ്ങൾക്ക് നഷ്ടമാവുന്നു, കരിയറിൽ നഷ്ടങ്ങൾ വരുന്നു. നമ്മൾ നഷ്ടങ്ങളെക്കുറിച്ച് പറയുന്നത് കാർമിക് പാറ്റേൺസിനെ കുറിച്ച് പറയുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ വലിയ നഷ്ടമാണ്. കാരണം നിങ്ങൾ ഒരു ലൈഫ് സ്പാൻ വെച്ചൊരു 70-80 വയസ്സ് വരെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുന്നതും കുറച്ച് ഫിനാൻസ് ഒക്കെ നഷ്ടപ്പെടുന്നതും നിങ്ങൾക്ക് വലിയ കാര്യമായിട്ട് തോന്നും. അതൊക്കെ ഭയങ്കര നഷ്ടമായിട്ട് നിങ്ങൾ മനസ്സിൽ ചേർത്ത് വയ്ക്കും. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആത്മാവിന് ഈ ഒരു 80 വർഷം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ജേർണിയിൽ ജസ്റ്റ് ഒരു ചാപ്റ്റർ മാത്രമാണ്. ആ ഒരു ചാപ്റ്ററിന് ഏതോ ഒരു മൂലയ്ക്ക് ഒരു ചെറിയ നഷ്ടം വന്നു എന്നുള്ളത് ആത്മാവിനൊരു വിഷയമേ അല്ല. കാരണം ആ നഷ്ടത്തിലൂടെ നിങ്ങൾ വലിയ നേട്ടം ആത്മാവിന് നേടിക്കൊടുത്തിട്ടുണ്ട്. ആത്മാവിന് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാനുള്ള വഴി അവിടെ നിങ്ങൾ തുറന്നു വച്ചിട്ടുണ്ട്. സോ യുവർ സോൾ വിൽ താങ്ക് യു ഫോർ യുവർ ആക്ഷൻസ്. അതായത് നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് നന്ദി പറയുകയാണ് ഈ നഷ്ടങ്ങൾക്ക് പോലും. അതുകൊണ്ട് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിങ്ങളെ ഇതുപോലെ തളച്ചിടാതെ ഈ ക്ലോക്കിൻ്റെ സൂചി മുന്നോട്ട് പോകുന്നത് പോലെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. വാവ്, ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ കാർഡ്. കാരണം ഇതൊരു സ്റ്റക്നെസ് ഒരിക്കലും ഉണ്ടാവുന്നില്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാർഡാണ്. പ്രോഗ്രഷൻസ് ആൻഡ് ഓൾസോ ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ട്രാൻസിറ്റ് കാർഡും അങ്ങനെ തന്നെയാണ്. ഇറ്റ്സ് ലൈക്ക് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നത് പോലെയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു യാത്ര നടത്തുന്ന പോലെയാണ്. യാത്രകൾ ഒരിക്കലും സ്റ്റക്കല്ല, നിങ്ങളൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇതാണ് നിങ്ങൾക്കുള്ള ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടുതലായിട്ട് നിങ്ങളുടെ സ്പിരിച്വൽ ജേർണിയെ സഹായിക്കുന്ന ടോപ്പിക്കുകളുടെ ഒരു ശേഖരം തന്നെ നമ്മളുടെ ചാനലിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഓരോന്നായിട്ട് കണ്ടു നോക്കാവുന്നതാണ്. പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ടോപ്പിക്കുകൾ അവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പ്രൈവറ്റ് കൺസൾട്ടേഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് ഒരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ്. ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ് വേണം, ഒരു കൗൺസിലിംഗ് വേണം, അതുപോലെ മെഡിറ്റേഷൻ ഗൈഡൻസസ് ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോയിൻമെൻറ്റ്സ് ലഭ്യമാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാർഡ് നമ്പർ 2 ട്രാൻസിറ്റ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. ഹായ്, ഗ്രൂപ്പ് നമ്പർ 2 ട്രാൻസിറ്റ് സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു ലൈഫിൽ ഇപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതത്തിൽ വരുത്തേണ്ടത്, നിങ്ങളുടെ ജീവിതം മുന്നോട്ട് സക്സസ്ഫുള്ളായിട്ട് കൊണ്ടുപോകാൻ ഈ ഒരു സമയം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. Knight of Swords, Queen of Pentacles, Eight of Swords.
ഓക്കെ, ബോട്ടം എനർജി വരുന്നത് ജഡ്ജ്മെൻ്റ് ആണ്. നൈറ്റ് ഓഫ് സ്വാർഡ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ചിന്തകളെ ഒന്ന് കടിഞ്ഞാണിടാൻ വേണ്ടിയിട്ടാണ്, എന്നിട്ട് അതിനെ പോസിറ്റീവായിട്ടുള്ള ഡയറക്ഷനിലേക്ക് തിരിച്ചു വിടണം. ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ഒരു പ്രശ്നം നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കിപ്പം ക്ലിയർ ചെയ്യാനുള്ളൊരു സമയം. നമ്മൾ പലപ്പോഴും ഈ ചിന്തിക്കുക എന്ന് പറയുമ്പോൾ അത് കൂടുതലൊന്നും ചിന്തിക്കണ്ട, അത് ചിന്തിക്കുന്നതാണ് പ്രശ്നം എന്ന് പറയും. അല്ല, ഒരിക്കലും അല്ല. ചിന്തിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിയുള്ളതുകൊണ്ടാണ് സാധിക്കുന്നത്. ബുദ്ധി ഇല്ലാത്തവർക്ക് ചിന്തിക്കാതിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുക തന്നെ വേണം. പക്ഷേ അത് ഓവർ തിങ്കിങ്ങിലേക്ക് വഴിമാറുന്നത് എപ്പോഴാണ്? നിങ്ങളൊരു കാര്യത്തെപ്പറ്റി ചിന്തിച്ചു തുടങ്ങി, അതൊരു ലൂപ്പ് പോലെ അത് തന്നെ ചിന്തിച്ച് നിങ്ങൾക്ക് ചെയ്യേണ്ട പല ഡ്യൂട്ടികൾ ചെയ്യാൻ സാധിക്കുന്നില്ല, പ്രവൃത്തികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് സമയം നഷ്ടപ്പെടുന്നു എങ്കിൽ അത് മാറ്റേണ്ട സമയമാണ്. കാരണം നിങ്ങൾ ചിന്തിച്ച് തുടങ്ങുന്ന ഒരു കാര്യം ഒരു സർക്കിൾ പോലെ കിടന്ന് കറങ്ങുകയാണ്, വട്ടം പോലെ ഇങ്ങനെ കറങ്ങുകയാണ്. നോ, അത് ഒരു പോയിൻ്റ് എ മുതലൊരു പോയിൻ്റ് ബി, അവിടെ വരെ നിങ്ങളുടെ ചിന്തയാകാൻ പാടുള്ളൂ. ആ ബിയിൽ നിന്ന് വീണ്ടും അത് എയിലേക്കും വീണ്ടും എയിൽ നിന്ന് ബിയിലേക്കും പോകുമ്പോഴാണ് ഇതൊരു ലൂപ്പാകുന്നത്. അപ്പം എ എന്ന് പറയുന്നത് വാട്ട്, വൈ, ഹൗ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ തുടങ്ങി എന്ന് വിചാരിക്കുക. പോയിൻ്റ് ബിയിലെത്തുമ്പോൾ നിങ്ങൾക്ക് ഇതിനൊക്കെയുള്ള ഒരു ആൻസർ അവിടെ ഉണ്ടായിരിക്കണം. ആൻസേഴ്സ് നിങ്ങൾക്ക് എത്ര നേരം ആൻസേഴ്സ് നിങ്ങൾക്ക് ഒരുപാട് സമയം ചിന്തിച്ചിട്ട് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു തോട്ട് അവിടെ നിങ്ങൾ ബ്രേക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഡിസ്ട്രാക്റ്റ് ചെയ്യുക, നിങ്ങളെ തന്നെ ഡൈവേർട്ട് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്യൂട്ടികളിലേക്കോ നിങ്ങൾ കിടക്കുക. ആൻഡ് ഈ ഒരു സമയം ആൻസർ കിട്ടാത്തതിന് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ആൻസർ യൂണിവേഴ്സായിട്ട് കൊണ്ടുതരും എന്ന് ഉറച്ച് വിശ്വസിക്കുക. കാരണം നിങ്ങൾക്കിപ്പോൾ അത് അറിയേണ്ടാത്തതുകൊണ്ടാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരാത്തത് എന്ന് വിശ്വസിക്കുക. ഇനി ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു കാര്യവുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടാത്തത് എങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ സ്ട്രോങ്ങർ ആക്കാൻ വേണ്ടിയുള്ള മെഡിറ്റേഷൻസ് ചെയ്യുക. തേർഡ് ഐ ചക്ര ആക്ടിവേറ്റ് ചെയ്യുക. അതുപോലെ ഇമോഷണലി ആലോചനകൾ, വൈകാരികമായിട്ട് ആലോചനകൾ ഉണ്ടെങ്കിൽ അതും നിർത്തിവെക്കുക. അത് നിങ്ങൾക്ക് സൊല്യൂഷൻ ബേസ്ഡ് ആയിരിക്കില്ല നിങ്ങൾക്ക് തരുന്ന ഉത്തരങ്ങൾ. എപ്പോഴും നമ്മൾ ഒരു ജഡ്ജ്മെൻ്റൽ തിങ്കിങ്ങിലായിരിക്കും, അതായത് മുൻവിധിയിൽ നിന്നുകൊണ്ടായിരിക്കും മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളൊരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്നൊരു തോട്ട് നിങ്ങൾക്ക് ഉണ്ടാവുമ്പോൾ വൈകാരികമായിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഫുൾ കുറ്റം മാത്രമേ ആ വ്യക്തിയിൽ ഉണ്ടാവുള്ളൂ. പക്ഷേ അവിടെ ആലോചിക്കുന്നില്ല, നിങ്ങളത് നിന്ന് കൊടുത്തതുകൊണ്ടാണ് ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ഹേർട്ടായിട്ട് ഉള്ളത്. ഇതുപോലെ ഓരോ കാര്യത്തിനെയും നിങ്ങൾ മനസ്സിലാക്കുക. കാര്യം മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്കാണ് വരുത്താൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ തന്നെ മാറ്റം വരുത്താൻ നിങ്ങളിവിടെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് വേറൊരാളെ മാറ്റാൻ സാധിക്കുക? ഈയിടെ ഒരു സെഷൻസ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു കുട്ടീൻ്റെ അടുത്ത് ചോദിക്കായിരുന്നു, റിലേഷൻഷിപ്പിലാണ് ഇഷ്യൂസ് ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഒരു വ്യക്തി ഒരിക്കലും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വേണ്ട കാര്യങ്ങൾ തരില്ല. അപ്പം ഐദർ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആൻഡ് അഡ്ജസ്റ്റ് വിത്ത് ദാറ്റ്, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങി പോവാം എന്ന് പറഞ്ഞപ്പോൾ, അല്ല അവൻ അതൊക്കെ മനസ്സിലാക്കി അവൻ മാറിയാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്നുള്ളത്. അത് ഇവർക്കല്ലേ തോന്നുന്നത് അവന് മാറാൻ പറ്റും എന്നുള്ളത്. ഇത് അവന് മാറണമെന്ന് അവനല്ലേ തീരുമാനിക്കേണ്ടത്. അവന് മാറണമെന്നുള്ള തോട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അവൻ്റെ ഉള്ളിൽ ഫോഴ്സ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുക? അവന് മാറണമെന്ന് തോന്നാത്തിടത്തോളം കാലം അവൻ മാറില്ല, ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ എന്തുകൊണ്ട്? എൻ്റെ ചോദ്യം നിങ്ങൾക്ക് മാറാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ നിന്നിടത്ത് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് ആ ഒരു കുട്ടിയുടെ മാത്രം പ്രശ്നമല്ല, ഇത് പലരുടെയും പ്രശ്നമാണ്. റിലേഷൻഷിപ്പ് എന്ന് മാത്രമല്ല, ഏത് സിറ്റുവേഷൻസിലാണെങ്കിലും ഈ സാഹചര്യം മാറട്ടെ, അല്ലെങ്കിൽ പുറത്ത് എക്സ്റ്റേണലായിട്ടുള്ള ചിന്താരീതികൾ അല്ലെങ്കിൽ വ്യക്തികൾ ഒക്കെ മാറട്ടെ, ഞാൻ മാറാം എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അപ്പോൾ അവിടെ നിങ്ങൾ സ്വയം നിങ്ങളെ മാറ്റാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഡു നോട്ട് എക്സ്പെക്റ്റ് അതേഴ്സ് ടു ചേഞ്ച്. ഓക്കെ. ആൻഡ് ഇവിടെ
ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്. ഇതിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഈ ഒരു സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ സ്റ്റക്കാണ് ഇപ്പോൾ. ഈ ഒരു അച്ചീവ്മെൻറ്റിലേക്കാണ് നിങ്ങളുടെ സോളിന് ഇപ്പോൾ കടക്കേണ്ടത്. അതായത് നിങ്ങളുടെ ഒരു പ്രൈമറി ഫോക്കസ് ഫിനാൻസിലേക്കാണ്. അതിന് വേണ്ട ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിൽ ഈ സമയം ഉണ്ടാവേണ്ടത്. പക്ഷേ അത് ഉണ്ടാവാതെ ഇവിടെ നിങ്ങൾ തന്നെ നിങ്ങളെ ഒരു ചട്ടക്കൂടിലിട്ട് അവിടെ അടച്ചു വെച്ചിരിക്കുകയാണ്. കാരണം എന്നെക്കൊണ്ടത് പറ്റില്ല, എൻ്റെ സാഹചര്യം ഇതാണ്, അതുകൊണ്ട് എനിക്ക് പറ്റില്ല. അപ്പം നമ്മളൊരു മിഡിൽ ക്ലാസ് മെൻറ്റാലിറ്റി എന്നൊക്കെ പറയുന്ന സമയത്ത് അവരുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, അതിനൊക്കെ ഒരു ബൗണ്ടറി ഇങ്ങനെ മുകളിൽ ഒരു ഗ്ലാസ് സീലിംഗ് ഇങ്ങനെ വെക്കുകയാണ്. ഇതിനപ്പുറം കടക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ എന്നൊക്കെയുള്ളൊരു തോട്ട് ജനറലി നമ്മൾ കേൾക്കാറുണ്ട്. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ഫാമിലിയിലൊക്കെ ഉള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സും നിങ്ങളുടെ ചുറ്റുമുള്ളവരും ഒക്കെ നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കും, നിങ്ങളുടെ ചിന്തകൾക്കൊന്നും ഒരു ഉയർച്ച ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ഇത്രയൊക്കെ ഉള്ളൂ, അത്രയൊക്കെ ആഗ്രഹമുള്ളൂ. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ ഒരു കാസിൽ കണ്ടോ, ഈ ഒരു കൊട്ടാരം പോലെ വളരേണ്ടതാണ് നിങ്ങളുടെ സ്വപ്നങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതവും. സ്വപ്ന തുല്യമായിട്ടിരിക്കേണ്ടതാണ്. പക്ഷെ അതിന് തൊട്ടടുത്ത് വരെ എത്തി നിൽക്കുകയാണ്. അതായത് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് ആ സൗഭാഗ്യങ്ങൾ ഇവിടെ നിങ്ങളുണ്ട് എന്ന് നിങ്ങളുടെ മനസ്സിലൂടെ സ്വപ്നങ്ങളായിട്ടും ആഗ്രഹങ്ങളായിട്ടും നിറച്ച് തന്നിരിക്കുകയാണ്. പക്ഷെ അതിനെയൊക്കെ നിങ്ങൾ എന്തിനോ വേണ്ടി, ഇത് ആർക്ക് വേണ്ടിയാണ് ശരിക്കും ഇത് കണ്ടില്ലെന്ന് അടിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് അറിയില്ല. നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങളങ്ങ് ഉറപ്പിക്കുകയാണ് ഇത് പറ്റില്ല എന്നുള്ളത്. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ കൊണ്ട് പറ്റില്ലെന്ന് ഉറപ്പിക്കുന്നത് എന്നുള്ളത്, അതിനൊന്നും ഒരു ഉത്തരവും ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ ചിന്തകളൊക്കെ മാറ്റി വയ്ക്കുക, അതൊക്കെ മാറ്റിയെടുക്കുക. കാരണം സ്വയം ചോദ്യം ചോദിക്കുക, എൻ്റെ ആഗ്രഹം എന്താണ്? എനിക്കിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ആ ആഗ്രഹത്തിന് വേണ്ടി എന്ത് സ്റ്റെപ്പ് എടുത്തു, എന്ത് സ്റ്റെപ്പ് ഇപ്പോൾ എടുക്കാൻ പറ്റും, എന്നെക്കൊണ്ട് പറ്റുന്ന ചെറിയ സ്റ്റെപ്പ് അതെങ്കിലും ഞാൻ എടുക്കാം എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിട്ട് അതിനു വേണ്ടി നിങ്ങളെ തന്നെ പാകപ്പെടുത്തിയെടുക്കുക. ആൻഡ് നിങ്ങളുടെ മാസ്റ്റർ കാർഡ് വന്നിരിക്കുന്നത് ട്രാൻസിറ്റാണ്. അതായത് നമ്മുടെ പ്ലാനറ്റ്സ്, ഈ ഗ്രഹങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ രാശികളിലായിട്ട് ഓരോ സമയമെടുത്ത് കാലമെടുത്ത് മാറിക്കൊണ്ടിരിക്കും. ഈ ഗ്രഹങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ അതാത് സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന തോട്ട് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യത്തിനാണ് ഊന്നൽ കൊടുക്കേണ്ടത്, അതും ഓരോ സമയം മാറിക്കൊണ്ടിരിക്കും. ഈ ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ച് നമുക്ക് അനലൈസ് ചെയ്തെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ ഇൻറ്റ്യൂഷനുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷനുമായിട്ട് നിങ്ങൾക്ക് സ്ട്രോങ് കണക്ഷൻ ഉണ്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് കൺഫേം ചെയ്യാനും ഒക്കെ ഈ ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ച് ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്ന കാര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, ഇന്ന മേഖലയിലാണ് നിങ്ങൾക്ക് ചാലഞ്ച് ഉണ്ടാവുന്നത് എന്നൊക്കെയുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ആർജിച്ചെടുക്കാൻ പറ്റുകയും അതിന് വേണ്ട രീതിയിൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കുകയും വേണം. അതല്ലാതെ നിങ്ങളൊരു പാറ്റേൺ പോലെ എന്നും ഒരു സ്ഥിരമായ രീതിയിൽ ജീവിക്കുന്നു, അതെന്ത് സംഭവിച്ചാലും ഞാൻ ഇതേ ചെയ്യൂ എന്നുള്ള ഒരു വാശിയിൽ നിൽക്കാതെ കാലത്തിനൊത്ത് മാറാൻ ശ്രമിക്കുക. അതായത് മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ്, മാറിയിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു ബൊമ്മയാണ്. മാറ്റമില്ലാത്ത വസ്തുക്കളെല്ലാം എന്താണ്? ജീവനില്ലാത്തതാണ്. ജീവനില്ലാത്തതിനെ മാറ്റമില്ലാതിരിക്കുകയുള്ളൂ. അതല്ല, ജീവനുള്ള എന്ത് കാര്യത്തിനും എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഈ ജീവനുള്ളതെന്നല്ല, ഉപയോഗിക്കാൻ പറ്റുന്ന എന്ത് കാര്യത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ സാഹചര്യത്തിനും അത് തന്നെ ഉണ്ട്. ഓരോ സാഹചര്യത്തിനും എക്സ്പയറി ഡേറ്റ് ഉണ്ട്, അത് മനസ്സിലാക്കുക. ഒരു റിലേഷൻഷിപ്പ് എടുത്താലും ആ റിലേഷൻഷിപ്പിന് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അത് ചില വ്യക്തികൾക്ക് ഇപ്പം അത് മരണം വരെ ആയിരിക്കും. ആ മരണം കഴിയുമ്പോൾ നിങ്ങളുടെ ആത്മാവിൻ്റെ ജേർണിയിൽ ആ റിലേഷൻഷിപ്പിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. ചില റിലേഷൻഷിപ്പുകൾ 2 വർഷം, 10 വർഷം, 15 വർഷമൊക്കെ കഴിഞ്ഞ് വിട്ടുപോകും. അത് അത്രയേ ഉള്ളൂ ആ റിലേഷൻഷിപ്പിൻ്റെ എക്സ്പയറി എന്ന് പറയുന്നത്. അത് റിലേഷൻ എന്ന് മാത്രമല്ല, നിങ്ങളുടെ ജോലി,
നിങ്ങളുടെ ഇൻട്രസ്റ്റുകൾ, നിങ്ങളുടെ സ്വഭാവ വിശേഷതകൾ, പല കാര്യങ്ങളും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് മനസ്സിൽ ചോദിക്കുക, ഇപ്പം എന്താണ്, ഞാനിപ്പോൾ എന്താണ്, എനിക്കെന്താണ് വേണ്ടത്, ഞാൻ എങ്ങോട്ടാണ് പോവേണ്ടത്, വാട്ട് ആം ഐ അട്രാക്റ്റിംഗ് റൈറ്റ് നൗ, ഞാൻ എന്നിലേക്ക് എന്താണ് ഇപ്പോൾ ആകർഷിക്കുന്നത്. ഇതൊക്കെ ചോദ്യങ്ങൾ എപ്പോഴും ചോദിച്ച്, സ്വയം ചോദിച്ച് വിശകലനം ചെയ്ത് അതിന് വേണ്ട രീതിയിൽ നിങ്ങൾ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും. അതല്ലാതെ എപ്പോഴും നിങ്ങൾ ജനിച്ചപ്പോൾ മുതൽ എങ്ങനെയാണോ ഞാൻ അങ്ങനെ തന്നെയാണ്, എനിക്ക് ഒരു മാറ്റവും ഇല്ല, ബാക്കിയുള്ളവരൊക്കെ മാറിപ്പോയി പക്ഷെ ഞാൻ മാറുന്നതേയില്ല. അത് മാറ്റമില്ലാത്തത് നിങ്ങൾക്കാണെങ്കിൽ അത് നിങ്ങളുടെ പരാജയമാണ്. മാറണം. നിങ്ങൾ ഇവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കണം, കാലത്തിനൊപ്പിച്ച് നടക്കണം. നമ്മൾ പറയില്ലേ, ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കഷ്ണം കഴിക്കണം എന്ന് പറയില്ലേ. അതായത് എവിടെ പോയാലും അവിടുത്തെ രീതിയായിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്യുക. അതൊരു സ്കില്ലാണ് ജീവിതത്തിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ എന്തായി പോവും, നമ്മൾ സൈഡ് ലൈൻഡായി പോവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. യെസ്, അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള ഒരു റീഡിങ്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, റെസനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് നിങ്ങളുടെ കോമൻസ് ഒക്കെ വായിക്കാൻ വളരെ ഇഷ്ടമാണ്. അതിൽ നിന്ന് കിട്ടുന്ന വാല്യുബിൾ സജഷൻസ് എല്ലാം ഞാൻ എടുക്കാറുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കുകൾ ഇനി എന്തൊക്കെ നമ്മൾ കൊണ്ടുവരണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ സജഷൻസ് ആയിട്ട് തരാവുന്നതാണ്. അതൊക്കെ നമ്മൾ ശ്രമിക്കുന്നതാണ് കൊണ്ടുവരാൻ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കാരണം നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് നമുക്ക് മോട്ടിവേഷൻ. ഓക്കെ, ഇനി നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പ്രൈവറ്റ് കൺസൾട്ടേഷൻസ് എല്ലാം ലഭ്യമാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ആണ് ആവശ്യം, സ്പിരിച്വൽ മെഡിറ്റേഷൻസ്, അതിൻ്റെ ഗൈഡൻസസ് അതൊക്കെയാണ് ആവശ്യം എന്നുണ്ടെങ്കിലും, ഹീലിംഗ് സെഷൻസ് ഒക്കെയാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോയിൻമെൻറ്റ്സ് ലഭ്യമാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു റീഡിങ്. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു സ്പിരിച്വൽ ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു എൻലൈറ്റനിങ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ. Bye.